ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി നമ്മൾ അരിമാവിലുണ്ടാക്കുന്ന ചക്കപ്പുട്ട്. അരിപ്പൊടിയിലാണ് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ്. പഞ്ചാരയോ ഒന്നും തന്നെ വേണ്ട, നമുക്ക് ഈ ഒരു പുട്ട് മാത്രം മതി. നമുക്ക് ഹെൽത്തി ആയിട്ടും കഴിക്കുകയും ചെയ്യാം. സൂപ്പർ ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതിനായിട്ട് വേണ്ട ഐറ്റംസ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ പുട്ടുപൊടി, അതായത് നമ്മൾ അരി വറുത്ത് പൊടിച്ച പുട്ടുപൊടി എടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട തേങ്ങ വേണം, ചക്ക, അതായത് വരിക്ക ചക്കയാണ് ബെറ്റർ. കുഴച്ചക്കയാകുമ്പോൾ കുഴഞ്ഞൊക്കെ ഇരിക്കുന്നുണ്ട്, കൊള്ളത്തില്ല. അത് ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി അരിമാവ് കുഴയ്ക്കാം. അരിമാവ് കുഴയ്ക്കുന്ന ഒത്തിരി ഒന്ന് ടഫായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഗോതമ്പ് മാവ് ഇങ്ങനെ പുട്ടിന് നനയ്ക്കുന്ന കണക്കല്ല അരിമാവ്. അരിമാവ് ഒത്തിരി ഒന്ന് പരുവം കിട്ടാൻ ഒത്തിരി ഒന്ന് മെനക്കേടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ അങ്ങോട്ട് പോകാറില്ല. അമ്മയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ഞാൻ കുഴച്ചാൽ ഒന്നിയ പച്ച മാവായിരിക്കും നമ്മൾ വേവിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റും കാണും. എന്നിട്ട് പുട്ടിൻ്റെ പരിപാടികളൊക്കെ അമ്മയെ ചെയ്യും. എന്നിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളമായിട്ട് ഇതുപോലെ ഈ കൺസെപ്റ്റിൽ നമുക്ക് പുട്ടുമാവ് നനച്ചെടുക്കാം. അതായത് തോനെ വെള്ളം ആയിക്കൂടാ, എന്നാൽ നനയുകയും വേണം. അപ്പം നമ്മൾ ഇതണക്ക് അമ്മ കുറേശ്ശെ വെള്ളം തൂക്കി കൊടുത്താണ് പുട്ട് നനയ്ക്കുന്നത്. അപ്പം നമുക്ക് മാവ് കുറച്ച് ഉള്ളെങ്കിലും പക്ഷേ നനച്ച് വരുമ്പോൾ കണ്ടോ അത് പെരുവി വരും. അപ്പം ഇത് നമ്മൾ തരിയായിട്ടുള്ളതല്ല, നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ചെടുത്തതാണ്. അതായത് പച്ചരി കോർത്തെടുത്ത് നമ്മൾ പൊടിച്ചാണ്. കടയിൽ നമുക്ക് തരി പുട്ടുപൊടിയുണ്ട്, പക്ഷെ അത് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമുക്ക് പുട്ട് നനച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പുട്ടുകുറ്റിയിലേക്ക് ചില്ലെടുത്ത് ആദ്യം കുറച്ച് നമ്മൾ എന്തെങ്കിലും തേങ്ങ ചിരിവേതിട്ട് കൊടുത്തിട്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് തേങ്ങയുടെ വിലയൊക്കെ കേട്ടപ്പോൾ ഞെട്ടും. എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചക്ക ഈ അരിഞ്ഞത് ഈ ഷേഡിൽ നമുക്ക് അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് പൊടിക്ക് വെച്ച മാവ്, നനച്ച് വെച്ച മാവ് നമുക്ക് അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഈ അടിയിലിട്ട കൺസെപ്റ്റിൽ തന്നെ വീണ്ടും മുകളിലും നമുക്കിടാം. നമുക്കില്ലെന്നുണ്ടെങ്കിൽ ലെയറായിട്ട് നമുക്ക് ഇടുകയും ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്, അത് നമുക്കുള്ള ഇഷ്ടമാണ്. ഇത് നമുക്ക് ഇതാക്കി എടുത്തതിന് ശേഷം നമുക്ക് പുട്ട് ആവിയിൽ നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇതേ കണക്കൊരു ടേസ്റ്റ് എന്നാൽ അടാറ് ടേസ്റ്റ് എന്ന് വെച്ചാൽ അടാറ് ടേസ്റ്റ്. നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ ചക്ക സീസണല്ലേ, ചക്ക സീസൺ ആകുമ്പോഴത്തേക്കും വരിക്ക ചക്ക ഇല്ലാത്തവരൊന്നും ഇല്ല. ഇപ്പോൾ ചക്ക സീസൺ ആകുമ്പോഴത്തേക്കും നമ്മളിത് അടിപൊളിയായിട്ട് നമുക്ക് തിന്നുകയും ചെയ്യാം. കുട്ടികൾക്കൊരു ഹെൽത്തി ആവും, നമുക്കൊരു പുതിയൊരു ഡിഷായിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യല്ലേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.